അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മമ്മ ഉമ്മമ്മ നവാസിൻ്റെ മോളതാ ഓടി വരുന്നു ഉമ്മയുടെ അടുക്കലേക്ക്. എന്താ മോളെ? ഉമ്മമ്മ ഉമ്മമ്മ കണ്ടില്ലേ? ആ സൗദത്ത് വന്നിട്ടുണ്ട്. സൗദത്തെ പഠിച്ചോനെ അങ്ങനെ പറയരുതിട്ടോ. ഉമ്മമ്മ വിളിക്കാൻ ഒരു പേര് പറഞ്ഞു തന്നിരുന്നല്ലോ, അങ്ങനെ വിളിക്കണ്ടേ. ഉമ്മമ്മ സൗദത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോവോ? അങ്ങനെ പറയല്ല മോളെ, എൻ്റെ കുട്ടി ഉമ്മാന്ന് വിളിച്ചോ, അതാണ് സുഖം. അല്ലോ ഉമ്മാന്നോ? അല്ലെങ്കിൽ വേണ്ട ഉമ്മീന്ന് വിളിച്ചോ, അല്ലെങ്കിൽ ഉമ്മച്ചീന്ന് വിളിച്ചോ, അതിനെന്താ, എനിക്ക് ഏത് ഇഷ്ടപ്പെട്ട് വിളിച്ചോ. ഉമ്മമ്മ എന്നാൽ ഞാൻ ഉമ്മച്ചീന്ന് വിളിക്കട്ടെ. വിളിച്ചോ മക്കളെ. സൗദയുടെ അടുക്കലേക്ക് അവൾ ഓടിച്ചെന്ന് വിളിക്കുന്നു. ഉമ്മച്ചി ഉമ്മച്ചി ഇനി പോണ്ട കേട്ടോ, ഉമ്മച്ചി ഇനി ഇവിടെ നിന്നോട്ടോ, ഞങ്ങൾക്ക് ആരുമില്ല. മോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും സൗദ ഞെട്ടിപ്പോയി. പൊന്നു മോളെ, ഇപ്പോഴെന്നെ ഉമ്മച്ചി ഇവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ. അതിനെന്താ ഉമ്മ, ഞാൻ ഉമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ നിൽക്കാൻ. പെട്ടെന്നതാ ഉമ്മ ഓടി വരുന്നു. മോളെ സൗദ, മോള് പറഞ്ഞത് കേട്ടോ? ആ ഞാൻ കേട്ടു. അതേ, നിങ്ങളൊക്കെ പോവാ പറയുമ്പോഴേ കുട്ടികൾക്ക് വലിയൊരു സങ്കടമാണ്. അതാണ് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഓൾക്കൊരു രസമാണ്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം നേരം വെളുത്താൽ നുസി പോവുമല്ലോ, അതുകൊണ്ട് തന്നെ ആരും ഇല്ലായിട്ട് പൊറുതേടായിട്ടാണ് അവരങ്ങനെ പറഞ്ഞു കേട്ടോ. അതിനെന്തുമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് റജിത്ത് അങ്ങോട്ട് വന്നു. താത്ത അതിനെന്താ, ഇനിയിപ്പോൾ സമയമായില്ലേ, നോമ്പിന് വേണോന്ന് വിചാരിച്ച് തിരക്കൂടി നിൽക്കേനെ. ഏതായാലും കഴിഞ്ഞു തുടങ്ങി നോമ്പ്. ഇനിയിപ്പോൾ ഒരു 10-18 ദിവസം കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ്, അത് കഴിഞ്ഞപ്പോൾ ആയില്ലേ. പിന്നെ ഓൾ ഇവിടെ തന്നെയല്ലേ. ആ ശരിയാണ്. സൗദ നാണിച്ച് തല താഴ്ത്തി. ഓ അങ്ങനെയൊക്കെ. ആ മോളെ, ഇനി അതിലൊരു മാറ്റമില്ല. എന്തേ? ഏയ് ഒന്നുമില്ല. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഉമ്മ ആ എന്താ മോനെ? മോനെ നീ കണ്ടിട്ടുണ്ടോ നിൻ്റെ ഏട്ടൻ കെട്ടാൻ പോണ പെണ്ണിനെ? ഈ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ദാ കണ്ടോ, ഇതന്നെയാണ്. പെട്ടെന്ന് ഷമ്മാസ് സൗദിയുടെ മുഖത്തേക്ക് നോക്കി. ആ അവൻ പെട്ടെന്ന് കൈകൊണ്ടിങ്ങനെ കാണിച്ച് ആ ശരി എന്ന് പറഞ്ഞു. ഓ പഠിച്ചോനെ, എന്ത് വിചാരിക്കുമോ, ഇളച്ചന്മാരൊക്കെ മൂത്തിച്ചിങ്ങനെ കാണാൻ പോരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ ആയപ്പോൾ ഉമ്മ അങ്ങനെ കാണിച്ചു തന്നതാണ്. അങ്ങനെ അതാ മുംതാസും ഉമ്മയും ഉപ്പയൊക്കെ പോകുവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്. മോളെ മുംതാസേ, മോളെ പൊന്നു മോളെ, എനിക്ക് സുഖല്ലേ? എനിക്ക് മോളെ ഒത്തിരി ഇഷ്ടമായിനടി. ഉമ്മ സ്നേഹത്തോടെ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. പൊന്നു മോളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ ചെയ്യുക, നമ്മളെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ചില സമയത്ത്. സാരമില്ല, നമുക്ക് വിധിച്ചല്ലേ ഉണ്ടാവുള്ളൂ. എൻ്റെ കുട്ടിയുടെ ജീവിതം പഠിച്ചോ ഹയറിലാക്കി തരട്ടെ. മുംതാസിൻ്റെ മുഖം തെളിവില്ലായിരുന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഷിഫയാണെങ്കിൽ ഏറെക്കുറെ അവൾ ഗർഭിണിയാണെന്നുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഷിഫയും അസ്കറും ഉമ്മയും എല്ലാവരും നല്ല രീതിയിൽ ഒരു മീറ്റിംഗാണ് അവിടെ നടന്നത്. അതെ, നോമ്പുതുറ സൽക്കാരം. എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പരസ്പരം മിണ്ടിയും പറഞ്ഞും കുശലങ്ങൾ പങ്കുവച്ചും ഇരിക്കുകയാണ്. എന്നാൽ അവിടെയുള്ള ജമീലത്താത്തയുടെ മരുമകളെ അതാ അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങളും അവരുടെ വീടും സെറ്റാക്കിയതും എല്ലാം സ്റ്റാറ്റസ് ഇടുന്നു. എന്നാൽ ഈ സമയം എവിടെയോ ഇരുന്നു കൊണ്ട് ഫസീല അത് കാണുന്നു സ്റ്റാറ്റസ്. ഓ ഇതിപ്പോൾ എന്താ അവിടെ പരിപാടി? ഓഹോ എല്ലാവരും ഉണ്ടല്ലോ. ആഹാ കൊള്ളാലോ. ഓഹ് ഞാനവിടെ നിന്ന് പോന്നപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവും. ഓ ഇഫ്താർ മീറ്റ്, പുത്തൻ വീട് തറവാട്, എന്തൊക്കെയാണ്. ഓഹ് എന്താണോ എല്ലാവരുടെയും ആഹ്ലാദവും സന്തോഷമൊക്കെ. ഓഹോ ഞാനറിയാതെ അവിടെ ഒരു ഇഫ്താർ മീറ്റോ? നടക്കട്ടെ. അവർക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഞാനും എൻ്റെ ഫാമിലി ഒന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല, കാരണം ഞങ്ങളൊക്കെ കൊള്ളാത്തവരാണല്ലോ. പെട്ടെന്ന് തന്നെ അവൾ ദേഷ്യം പിടിച്ച് അവളുടെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ ഹലോ മോളെ, കേൾക്കണില്ല മോളെ. ഉമ്മയുടെ ശബ്ദം ഒരുപാട് ആളുകളുടെ ഇടയിലുള്ള പോലെ തോന്നുകയാണ്. നിങ്ങളിത് എവിടെയാണ് മോളെ? ഇന്ന് ഒരു നോമ്പുതുറ ഉണ്ടായിരുന്നു, അവിടേക്ക് ഞങ്ങൾ പോകുന്നതാണ്. ഓഹോ മനസ്സിലായി. എല്ലാവരും കൂടി എന്നെ അങ്ങ് കൊച്ചാക്കാൻ വേണ്ടി ചെയ്ത് പ്ലാനിങ് ആണ്, സ്വന്തം വീട്ടുകാരടക്കം. അപ്പോൾ തന്നെ അവളുടെ ചെറിയ ആങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ മോനെ, എടാ നിങ്ങളൊക്കെ എവിടെയാണ്? ഞങ്ങൾ ഈ നവാസ്ഖാൻ്റെ വീട്ടിലേക്ക് വന്നാണ്. ഓഹോ അപ്പം ഞാനില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോകൂല്ലേ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്?
നാണല്ലല്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ? സ്വന്തം മകളില്ലാത്ത വീട്ടിലേക്ക് നിങ്ങളായിട്ട് എന്ത് കാര്യത്തിന് കയറി ചെന്നത് ഉളുപ്പില്ലാതെ? തീരെ ഒരു ബുദ്ധി ഇല്ലാതായിപ്പോയി നിങ്ങൾക്ക്. ആരൊക്കെയുണ്ട്? ഞാനും ഉമ്മയും ഉപ്പയുണ്ട്. അയ്യേ നാണക്കേട്. ഇത്രക്കൊരു നിങ്ങൾക്ക് മടിയാവുന്നേ. സ്വന്തം മോളവിടെ ഇല്ല, പെങ്ങളവിടെ ഇല്ല, എന്നിട്ടിപ്പോൾ നിങ്ങൾ ആ മോളെ കെട്ടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കുറച്ചെങ്കിലും ഒരു ഇത്താത്ത നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? നിങ്ങളെവിടെയാണ് ഇപ്പോൾ? ഞാൻ എവിടെ എൻ്റെ ഇഷ്ടത്തിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം, നിങ്ങളെന്തിനാണ് നോക്കണത്? അതന്നെ, അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിനും ജീവിക്കുകയാണ്. ഇന്നലെ ഷമ്മാസ്ക കൊണ്ട് വന്നിരുന്നോ? കാര്യങ്ങളൊക്കെ പറഞ്ഞോ? നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെന്താ ക്ഷണം സ്വീകരിക്കാതിരിക്കേ? ഇത്താത്ത നിങ്ങൾക്ക് നല്ല രീതിയിൽ നിൽക്കായിരുന്നല്ലോ ഇവിടെ. എത്ര നല്ല മനുഷ്യന്മാരാണ് ഇവർ. സത്യം പറഞ്ഞാൽ നവാസ്ഖാനെ കാണുമ്പോൾ സങ്കടം വരുന്നത്, മക്കൾ കാണുമ്പോൾ അതിലേറെ സങ്കടം. ഇത്താത്ത എന്ത് പണി ചെയ്തത്? ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് വന്നത്. ആ കുഞ്ഞു മോനൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇത്താത്ത ഉണ്ടായിരുന്നെങ്കിൽ എന്നീ ഒരു നിമിഷം വിചാരിച്ചു. എന്താ സ്വന്തം മക്കളോട് പോലും സ്നേഹമില്ല. പിന്നെ ഇപ്പോൾ എടാ ആ കുട്ടികളൊക്കെ അവിടെ നല്ല മട്ടത്തിന് ജീവിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് പോയിട്ട് ശല്യപ്പെടുത്തണ്ട. ഓല നോക്കാതിരിക്കുന്നില്ല. അവിടെ ഒരു തള്ളച്ചി ഉണ്ടല്ലോ, അതുപോലെ എൻ്റെ ഒരു കഴിവ് കെട്ടൊരു ഭർത്താവും ഉണ്ട്. ഓലുണ്ടല്ലോ അവിടെ. പിന്നെതാ ഇളച്ചനും ഭാര്യയും അടയ്ക്കുണ്ടല്ലോ. സന്തോഷമായിക്കണവർക്ക് എന്തായാലും. നിയാസേ അനക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടാവും ഞാൻ വിചാരിച്ചു. നാണല്ലല്ലടാ കയറി ചെല്ലാനേ. ഇത്താത്ത നിങ്ങളെന്തേ പറയണത്? ഷമ്മാസ്ക് നമ്മളെ വീട്ടിലേക്ക് മാത്രം വന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്താ വരില്ല എന്ന് പറയേ? എന്തൊക്കെ തന്നെയാലും ഇത്താത്ത കാട്ടിയത് വല്ലാത്തൊരു നാണക്കേടനുണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഓ അപ്പം ഞാൻ കാട്ടിയ നാണക്കേട് നിങ്ങൾ ചെയ്യണേ ഒന്നുമില്ല. ഇത്താത്ത ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഞാൻ അപ്പം താല്പര്യപ്പെടുന്നില്ല. ഓ ഇപ്പം ഇന്നൊന്നും താല്പര്യപ്പെടൂലല്ലോ. ഓ നിങ്ങളൊക്കെ വേറെ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടും. ഇത്താത്ത എന്ത് കാര്യത്തിനാണ് ഈ സമയത്ത് നിങ്ങൾ? ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ്, ആളുകൾ നോക്കും. പെട്ടെന്ന് അതാ ആങ്ങള നിയാസ് ഫോൺ കട്ട് ചെയ്യുന്നു. ഉമ്മയും ഉപ്പയൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞോ എന്തോ ആവോ. ഉമ്മ സംസാരിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഷമ്മാസിനോട് കാണും. ഇക്ക അത് ഉമ്മയൊന്ന് വിളിക്കുമോ? മോനെ ഉമ്മ അവിടെ സംസാരിച്ചിരിക്കുകയാണ്, ഇരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് പോവാലോ. ഉപ്പക്കും അവിടെ ഒരുപാട് കൂട്ടുകാരുള്ളത് പോലെ ആദ്യമൊക്കെ ഫസീലയെ കല്യാണം കഴിച്ച ആ ഒരു സമയത്തൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് അത് നല്ല രീതിയിലുണ്ട്. പക്ഷെ തൻ്റെ മകള് അവിടുന്ന് പോയ കാര്യമൊന്നും പലർക്കും ഇപ്പോഴും അറിയുന്നില്ല. എന്നാലും ഇപ്പോൾ ഇത്തപ്പത് എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടേ ഇല്ല. എങ്ങനെയാലും എന്തായാലും ഇപ്പം എന്താ ഇത്തയുടെ വിവരക്കേട് കൊണ്ട് അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കള് അപ്പോഴേക്കും അതാ നിയാസിൻ്റെ അടുക്കലേക്ക് പൊന്നുമോൾ വരുന്നു. ഇക്കാക്ക ഇന്ന് പോവണ്ട കേട്ടോ, ഇന്നിവിടെ നിൽക്കാട്ടോ. മോളെ മാമൻ എന്താ കുട്ടിക്ക് വാങ്ങി തണ്ടിയത്? മാമൻ എന്തെൻ്റെ കുട്ടിക്ക് വാങ്ങി തണ്ടി പറ. അത് മാമനെ എനിക്ക് പെരുന്നാളിന് ഉടുപ്പ് മതി കേട്ടോ. ആയിക്കോട്ടെ, അതിനെന്താ സന്തോഷമുള്ളൂ, മാമ കൊണ്ടുതരാം കേട്ടോ. പിന്നെന്താ വേണ്ടത്? ഇപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണോ മാമൻ്റെ കുട്ടിക്ക്? അത് എനിക്ക് ഐസ്. അല്ല ഐസൊക്കെ തിന്നാൻ പാടുണ്ടോ? പിന്നെ തണുപ്പുള്ള ഐസൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ മാമൻ്റെ കുട്ടിക്ക് പനിയും ജലദോഷമൊക്കെ വന്നാലും മാമൻ്റെ കുട്ടിയെ നോക്കാൻ ആരാ ഉണ്ടാവുക? അതേലേ, എനിക്ക് ഉമ്മ ഇല്ലല്ലോ. ആ മാമനെ, പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പുതിയ ഉമ്മച്ചി വരും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഉമ്മമ്മ. നിയാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മക്കളെ എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് പഠിച്ചോ നല്ലൊരു ഉമ്മച്ചിയെ തരട്ടെ ഇൻഷാ അല്ലാ. മാമനെ ഞാൻ കാണിച്ചു തരട്ടെ പുതിയ ഉമ്മച്ചിന്? അല്ലോ അതൊന്നും വേണ്ട. ഫസീലയുടെ ആങ്ങള നിയാസിന് അവരുടെ വീടിനകത്തേക്കൊക്കെ കിടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ആ സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടാണ് പതിവ്. പെട്ടെന്ന് നവാസ് അങ്ങോട്ട് വന്നു. മോനെ നീയോ ഇങ്ങോട്ട് കയറിപ്പോരടാ മോനെ, എന്താ നീ അവിടെ തന്നെ ഇരിക്കുന്നത്? ഹേയ് അല്ലിക്ക, അല്ല ഉമ്മാക്ക് പോരാനിരിക്കണമെന്ന് ചോദിച്ചു നോക്കോ? എന്താ മോനെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, നിനക്കെന്താ ഫ്രണ്ട്ഷിപ്പില്ലേ ആരും ഇവിടെ? അതല്ല മക്കളുണ്ടല്ലോ പിന്നെന്താ. ആ ശരി തന്നെ, ഓല് പിന്നെ പരിചയപ്പെട്ടാൽ പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും, അതങ്ങനെയാണ്. മോനെ നീയോ ഇങ്ങോട്ട് കയറി വേടാ, നീ ഉമ്മയെ കണ്ടില്ലല്ലോ. ഉമ്മ. നവാസ് ഉമ്മയെ വിളിച്ചു. ആ മോനെ ഇത് അല്ലാ നീ മോനല്ലേ? മോനെ കയറി ഇരിക്ക്. നീ എന്താടാ അകത്തേക്കൊന്നും വരാതെ പുറത്തുതന്നെ ഇരിക്കണത്? ഇത് നിങ്ങളെ വീട് കൂടെയല്ലേ? എന്താ അങ്ങനെയൊക്കെ?
ഇങ്ങോട്ട് അകത്തേക്ക് കയറിയിരിക്കും മോനെ. മോന് നാണക്കേടാ തോന്നുന്നില്ലേ? എന്തിനു മോനെ? ഇത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പഴയ ആൾക്കാരേ ഇവിടെ ഉള്ളൂ, വേറെ ആരും പുതിയതായിട്ടില്ല. മോന് പരിചയമുള്ള ആൾക്കാരെന്നല്ലേ, മോന് കയറി വാ. ഏയ് ഒന്നുമില്ലമ്മ, ഞാൻ ഇവിടെ ഇരുന്നോളൂ. അല്ല മോനെ, മോനിപ്പോൾ എന്ത് ചെയ്യുന്നത്? ചെറിയൊരു അക്കൗണ്ടിങ് ആയിട്ട് ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടൻസി പഠിച്ചിട്ട് അങ്ങനെ ജോലി കയറിയിരിക്കണ്. അത് ശരി മോനെ, ഇവിടെ നിന്നാലൊന്നും കിട്ടൂലല്ലേ ക്യാഷ്? ഇവിടെ നിന്ന് ചെറിയ ശമ്പളമൊക്കെ, പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഒറ്റയ്ക്ക്, ഉമ്മാനും ഉപ്പാനും ഒറ്റയ്ക്കിട്ട് പോകൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കണേ ഇവിടെ തന്നെ. ഉമ്മാക്കും ഉപ്പാക്കും ആണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാനൊരു സുഖമില്ല. പിന്നെ ഉപ്പാക്ക് ചെറിയ രീതിയിലുള്ള ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ ഉപ്പാനെ വിട്ട് പോകാനും തോന്നണില്ല. അതാണ് ഞാൻ ഇവിടെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുന്നത്. മോനെ, ഹയറാണെങ്കിൽ ഉമ്മാനും ഉപ്പാനും നോക്കി നിൽക്കലാണ് ഏറ്റവും എനിക്ക് നല്ലത്. അതാണ് ഹയറ്. എനിക്ക് ഇനിയിപ്പോൾ കുറഞ്ഞ രീതിയിലുള്ള ശമ്പളമാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഉമ്മാനും ഉപ്പാനും നോക്കിയ കൂലി മോനക്ക് കിട്ടുമല്ലോ. മോന് തൽക്കാലം ഇവിടെ തന്നെ നിൽക്കി, ഇഞ്ഞിട്ടൊക്കെ ഇൻഷാ അല്ലാ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ. അവൻ നാണിച്ച് തല താഴ്ത്തി. അത് കുറച്ച് കഴിയട്ടെ. ആയിക്കോട്ടെ മോനെ, ആവുമ്പോൾ മതി. എന്തൊക്കെ തന്നെയായാലും റാഹത്തുള്ള പെൺകുട്ടി എൻ്റെ കുട്ടിക്ക് കിട്ടട്ടെ. നിയാസ് നാണിച്ച് തല താഴ്ത്തി. മോനക്ക് നാണാണല്ലേ, അത് കുറച്ച് മണ്ണ് ശരിയായിക്കോളും. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഉമ്മ എന്താ ഇത്? മനസ്സിലായില്ല ഉമ്മ. പിന്നെന്താടാ, ഇവൻ ചെറുപ്പത്തിലൊക്കെ എത്ര വന്നതാണ്, ഇപ്പോൾ വലുതായതിൻ്റെ ശേഷമല്ലേ കുറച്ച് വരവ് കുറവുള്ളൂ. അതാണ് മോനക്ക് വലിയ നാണം. ഉമ്മ, അത് കുറച്ച് കഴിയുമ്പോൾ. മോനെ നീയോ ഇരിക്കട്ടോ, തിരക്കൊന്നുമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞ് പോയ പോലെ, വണ്ടിയൊക്കെ ഉള്ളതല്ലേ. ഉമ്മ ഭയങ്കര സംസാരത്തിലാണ് എല്ലാവരോടും അവിടെ. പിന്നെ നിസ്കാരമായി കഴിഞ്ഞാലേ ടെൻഷനൊന്നുമില്ലല്ലോ. ഇക്ക അതൊക്കെ ശരി തന്നെയാണ്. ഫസീലയുടെ അതേ മുഖം തന്നെയാണ് അവളുടെ ചെറിയ ആങ്ങള നിയാസിനും. എല്ലാവരും അത് പറയുന്നുണ്ട്. ഫസീലാൻ്റെ അതേ മുഖഷേപ്പന്നല്ലേ ആ ചെക്കൻക്ക്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എന്താ ചെയ്യുക, ഫസീലാൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താന്നാവും, അവൾ എവിടെയെന്നാവും. പലരോടും പറഞ്ഞത് അവൾ പഠിക്കുകയാണെന്നാണ്. പക്ഷേ പലർക്കും അറിയാം അവൾ മറ്റൊരുത്തൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, പോകുന്നത് എന്നൊക്കെ. എന്നാൽ അത് കേട്ട് പലരും അതും പറയുന്നുണ്ട്. എന്നാലുള്ളേ നല്ലൊരു ചെക്കനെ ഇട്ടുകാണ്ടുള്ള പോയല്ലേ, കുട്ടികളെ ഇട്ടുകാണ്ട് അങ്ങനെയൊക്കെ പോകാൻ പാടുണ്ടോ? അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരി ഇതാവും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇട്ടിരുന്നാണ്ട് പോലെ ഇക്കാരം. എന്തോ ഒരു സുഖമാണ് ഇവിടെ. ഈ താത്താക്കും തന്നെ മരുക്കളെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ എന്തെങ്കിലും കണ്ടാലേ തിരിച്ചെന്തെങ്കിലും പറയും. അതന്നെ വേണ്ടാത്ത കണ്ടാൽ ചിലപ്പോൾ പ്രതികരിക്കും. അല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ചെയ്യേ ആ ഒരു പരിപാടി ഒന്നുമില്ല. അതോ മക്കളോടാണെങ്കിലും മരുക്കളോടാണെങ്കിലും. ഇപ്പോൾ കാര്യമായിട്ട് ഫൈസലിനാണല്ലോ ചീത്ത കേൾക്കണത്. കാരണം ഫൈസൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പെണ്ണിട്ടാൻ നടക്കല്ലേ. അപ്പോൾ അത് പറയാനുള്ളത് പറയുന്നതാണ്. ഒന്നും മനസ്സിലില്ല, എന്നാലും ഉള്ളത് പുറത്തേക്കാണ് പറയും. അങ്ങനെ ഒരു ശീലക്കാരിയാണ് ഐഷുമ്മ. എന്നാലോ നല്ല എല്ലാവർക്കും വാണ്ട വാരി വലിച്ചു വാരി കൊടുക്കും ചെയ്യൂട്ടാ, ഒരു മടിയില്ല അതിന്. ഈ സമയം അതാ ഫസീലയുടെ ഉമ്മ, എന്നാലേ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, കുറച്ചു നേരമായില്ലേ. അല്ലാ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാ. അല്ലേ മോനക്ക് ഇനിയിപ്പോൾ അവിടെ തറാവിയിൽ പങ്കെടുക്കേണ്ടി വരും. ഓനക്കിപ്പോൾ അവിടെ പരിചയമുള്ളൂ. അവിടെ ആകുമ്പോൾ പിന്നെന്താണ്, പിന്നെ ഞങ്ങളതുവരെ ഇവിടെ ഇട്ടിട്ട് മോനക്കും ഉപ്പാക്കും ഉപ്പ കഴിയുന്ന അതേപോലെ പോവും. അപ്പം ഞങ്ങളാണ്ട് ഇറങ്ങട്ടെ കേട്ടോ. എന്നാൽ പിന്നെ ഐഷോ എന്നോട് എനിക്ക് പറയാനുള്ളത്, എന്തേ നവാസിൻ്റെ കാര്യം നിങ്ങൾ വൈകിപ്പിക്കണ്ട. എൻ്റെ പൂർണ്ണ സമ്മതം ഉണ്ടായിന്. കാരണം എൻ്റെ മോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി, എന്താപ്പോൾ ചെയ്യുക. അപ്പോൾ കുട്ടികളാലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളി. കുറേ ചൊറുക്കും പൗറും പത്രാസൊന്നും വേണ്ടട്ടാ, കുറേ കളറും സൗന്ദര്യമൊന്നും വേണ്ട. ഒരു പാകത്തിന് ഒരു കുട്ടിനെ മതി. കുറേ തൊലിവെളുപ്പും കുറേ സൗന്ദര്യം ഉണ്ടെങ്കിലേ ഓൾക്ക് അഹങ്കാരം കൂടുള്ളൂ, പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ മോൾക്ക് ഇപ്പം എല്ലാം ഉണ്ട്. ഫസീല എന്തോള് കാട്ടിക്കൂട്ടിയത്, ഞമ്മക്കനുസരിച്ച് അവൾ നിൽക്കണില്ലല്ലോ, നമ്മൾ പറഞ്ഞൊരു വാക്ക് കേൾക്കണില്ലല്ലോ. എൻ്റെ മോളായതുകൊണ്ട് പറയല്ല. സത്യം പറഞ്ഞാൽ മനസ്സുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറാണ്. പഠിച്ചോനെ എന്തിനാ അങ്ങനെ നിന്നെ തന്നു ഞാൻ എത്ര വട്ടം വിചാരിച്ചിക്കണ്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും ഓരോന്ന് കാട്ടിക്കൂട്ടാനും. അതുകൊണ്ട് നിങ്ങൾ വൈകാതെ തന്നെ വേഗം ഒന്നുകൊണ്ട് ഉറപ്പിച്ചോളിട്ടാവും. നീ നീട്ടിരണ്ട, കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നോമ്പാണ് കഴിഞ്ഞേക്കണ്ട, ആക്കിക്കാളെ. പെട്ടെന്ന് റജിനത്തെയും സൗദയും എല്ലാം ഉമ്മയോട് പോകുന്നത് പറയാൻ വേണ്ടി, ഉമ്മ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ, സൗദ ഉമ്മയോട് പറയുന്നു. റജിനത്തെയും പറഞ്ഞു, താത്ത ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാൽ പെട്ടെന്ന് അതാ
സൗദിയെ ചൂണ്ടിക്കൊണ്ട് ഫസീലയുടെ ഉമ്മ ചോദിച്ചു, ഈ കുട്ടീൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞതാണോ? ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഓല് കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള നമ്മളെ നവാസിന് പറ്റുമോന്നാവല്ലേ? എൻ്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് തോന്നാൻ പറ്റിയൊരു പെൺകുട്ടി അതൊക്കെ കേൾക്കാമായിരുന്നു. ശരിക്കും ഐഷുമ്മ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ എന്താ ഇപ്പോൾ ഇത് വഹിയായിട്ട് ഇറക്കി കൊടുത്തേ പോലെ ഇത്ര കറക്റ്റായിട്ട് ആ ഉമ്മ എങ്ങനെ പറഞ്ഞത്? ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. അതിനനുസരിച്ച് എന്തെങ്കിലും കോളെ പറ്റിയിക്കണോ? എനിക്ക് പറ്റിയിക്കണ്, നല്ലോണം പറ്റിയിക്കണ്. കുട്ടി കാണാൻ ഒരുപാട് കളറും ഒരുപാട് ഗ്ലാമറും ഒന്നുമല്ല. ആ കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു ഐശ്വര്യം, ഒരു പാവപ്പെട്ടൊരു നല്ലൊരു ശാലീനമായൊരു സുന്ദരി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരുപാട് കളറൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ ഒരു രീതിയിലുള്ള കുട്ടികളൊക്കെയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ആകുമ്പോൾ വീട്ടിലാണെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. കുറച്ച് തലുവെളുപ്പുള്ള കുട്ടികളെ കിട്ടിയാലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ നുസൈബ അങ്ങനെ നല്ലട്ടെ ഞാൻ പറയണത്. നുസൈബ നല്ല മോളാണ്. അത് പിന്നെ അത് വേറൊരു മട്ടം. പഠിച്ചോ അതിന് കണ്ടറിഞ്ഞ സൗന്ദര്യമൊക്കെ കൊടുത്തേക്കാണ്. പിന്നെ ആ കുട്ടീനെ നിങ്ങളൊന്ന് പറ്റുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. പെട്ടെന്ന് ഉമ്മമ്മ മോൾ ഓടി വരുന്നു. ആ ഉമ്മമ്മൻ്റെ പൊന്ന് മോളും ഇവിടെ. ഉമ്മമ്മ പോവുകയാണോ? മോളെ പോട്ടെ, ഇക്കാക്കാക്ക് പള്ളിയിൽ പോകണ്ടേ? മാമന് പള്ളിയിൽ പോകണ്ടേ? ഉപ്പപ്പാക്കും പോകണ്ടേ? ഓലൊന്നും വീട്ടിൽ നിന്ന് നിസ്കരിക്കൂലല്ലോ, നോമ്പല്ലേ, തറാവേ നിസ്കരിക്കണ്ടേ? പൊന്നു മോള് പോരണോ ഉമ്മമാരുടെ ഒപ്പം? അവൾ ഉമ്മയുടെ മുഖത്തേക്കും രണ്ടുമ്മമാരുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്താ പോരുന്നാല്, മാമനുണ്ടല്ലോ, കരയാണെങ്കിൽ മാമനും കൊണ്ട് കൊണ്ടുവന്നാക്കി തരും. പെട്ടെന്ന് അവളതാ കുഞ്ഞിനെയും ചൂണ്ടിക്കാട്ടുന്നു. കുഞ്ഞുവാവയും കൊണ്ടുപോകണം. ആയിക്കോട്ടെന്ന് നമുക്ക് പോവാം. പെട്ടെന്ന് അതാ ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞു, അതെ നിങ്ങളിപ്പോൾ ഈ വയ്യാത്തോടത്തിപ്പോൾ ഈ കുട്ടികളൊക്കെ കൂട്ടിയുണ്ട് വെച്ചാൽ എനിക്കെന്നെ എത്തിക്കഴിയൂല. എനിക്ക് നുസൈബൊക്കെ ഉണ്ടായിട്ടല്ലേ. മക്കളെ നോക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരടങ്ങി നിൽക്കുന്ന കുട്ടികളല്ലല്ലോ. ചെറുതാണെങ്കിലും വണ്ടി പായാണ്. ഇപ്പോൾ നടത്താൻ തുടങ്ങിയപ്പോഴേ നിൽക്കണില്ല, അങ്ങനെ പായാണ്. നമ്മൾ പിടിച്ച് വെക്കണം. നമ്മളെ കണ്ണ് തെറ്റിയാൽ റോട്ടുമ്പോൾ എത്തും. എനിക്ക് പേടിയാണ് റബ്ബേ പഠിച്ചോനെ. അതെ നിങ്ങളെ വീടിൻ്റെ മുമ്പിലും തന്നെ മെയിൻ റോഡല്ലേ. അപ്പോൾ ഈ ഒരു പെണ്ണും ആ ഒരു ചെക്കനും കൂടി നിങ്ങളപ്പം പോന്നാൽ നിങ്ങൾക്ക് എത്തിക്കഴിയൂല. നിങ്ങളൊരു വാത്ത് അവിടെ ഇരുന്നോളി നിൽക്കുന്നു സലാത്തും ചൊല്ലിയിട്ട്. ഞങ്ങൾ മക്കളായിട്ടാണ് വരണ്ട്. വന്നിട്ട് കാണിച്ചു തരും. കുറച്ച് നേരമൊക്കെ ഒന്ന് നിങ്ങൾ കൊഞ്ചിച്ച് കളിപ്പിച്ചിട്ടൊക്കെ പോരുള്ളൂ. കാരണം നിങ്ങളും വല്യമ്മയും വല്യപ്പയില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല പൂതി. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങളൊന്ന് കൊണ്ടുപോകണ്ടെന്നാണ്. നിങ്ങൾക്ക് കഴിയൂല. കാരണം നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളെ കണ്ണും മോറും പറ്റ ക്ഷീണിച്ചിരിക്കണം. വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസീലാക്ക് ഒരു അനിയത്തി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞയച്ചിരുന്നു. പിന്നെ മോൻ പഠിക്കാൻ പോവുമല്ലേ, തൽക്കാലം ഓലിപ്പം ഇവിടെ നിന്നോട്ടെ. ഇൻഷാ അല്ലാ ഞങ്ങൾ കൊണ്ടുവന്ന് തരും. കൊണ്ടുവന്നിട്ട് ഒരു ദിവസം രാവിലെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിട്ടൊക്കെ തിരിച്ച് കൊണ്ടുവരാം കേട്ടോ. അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പറയണം, അല്ലാതെ നിങ്ങളെ പേരക്കുട്ടികൾ തന്നെയാണ്. നിങ്ങളെ മോള് പറ്റ മക്കൾ തന്നെയാണ്. പക്ഷെ പൊറുതിയേട് എനിക്ക് എന്താ അറിയില്ല. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കുട്ടികളെ നോക്കി കണ്ടില്ലേ ചെറുത് പായണത്. ഇപ്പോൾ കിട്ടിയോടം വെച്ച് പായണുള്ളതൊക്കെ തൊള്ളിയേക്കും കൊണ്ടുപോകണം. നോക്കി നടക്കണം. ഈ സമയത്തൊക്കെ തള്ളാറ് നോക്കേണ്ട പ്രായമല്ലേ. വല്യന്മാരെ കൊണ്ടൊന്നും അത്ര നോക്കി കഴിയൂല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിന്ന് ഇവിടെ നിന്നോളി. നിങ്ങളിവിടെ നിന്നിട്ട് കുട്ടികളൊക്കെ നല്ലോണം കഴിപ്പിച്ചിട്ട് ആക്കും പോലെ നാളാണ് പോവാം. പള്ളി ഇപ്പോൾ ഇവിടെ ഇല്ലേ, തറാവീന് അങ്ങോട്ട് പോയാൽ പോരെ, പ്രശ്നമില്ലല്ലോ. അതിന് ഉപ്പാക്ക കിടക്കണോട് തന്നെ എനിക്ക് കുഴപ്പമില്ല. ഉപ്പാക്ക കിടക്കണോട് തന്നെ കിടക്കണം, അല്ലെങ്കിൽ അതിന് ഉറക്കം വരൂല. പിന്നെ എന്ന് വെച്ചാൽ മരുന്നും ഗുളികൊന്നും എടുത്തിട്ടുമില്ല, പ്രഷറും പ്രമേഹം എല്ലാം ഉള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ പോട്ടെ കുട്ടിയെ ഇനി കേട്ടാ. ഇൻഷാ അല്ലാ ഞങ്ങൾ പിന്നെ വരണ്ട്. പറ്റുമെന്ന് ഇപ്പം ഞാൻ വിചാരിച്ചിട്ട് തന്നെ അല്ല അങ്ങനെ ഒരു പോരല്ലേ. പിന്നെ മോനും പറഞ്ഞു ഷമ്മാസ് ഇങ്ങനെ വന്ന് പറഞ്ഞല്ലോ അമ്മ, അതുകൊണ്ട് നമ്മൾ പോകാതിരിക്കണം മോശമല്ലേ. നമ്മളെ താത്ത അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഞമ്മക്കിപ്പോൾ അങ്ങനെ അവരോട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതാ അവർ ഇറങ്ങുന്നു. മക്കളെ എടുത്ത് ചുംബിച്ചുകൊണ്ട് ഉമ്മയും ഉപ്പയും അവരുടെ മാമനും ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. മോള് നോക്കി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുക പറഞ്ഞാൽ ഏത് കുട്ടികൾക്കും ആഗ്രഹം തന്നെയല്ലേ. അല്ലെങ്കിലും ഫസീലാക്ക് പിന്നെ ഓല തറവാട്ടിൽ നിന്ന് നിൽക്കുന്ന ഇഷ്ടമില്ല. എപ്പോഴും ഓള് വലിയ വീട് ഉള്ള ആങ്ങളുടെ അടുത്തേക്കേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും തന്നെ പൂതിയാണ് ഉമ്മമാൻ്റെ ഇപ്പപ്പാൻ്റെ ഇപ്പം. മക്കളെന്നാൽ പോട്ടെട്ടോ, അസ്സലാമു അലൈക്കും. അങ്ങനെ അതാ അവർക്കൊക്കെ സലാം പറഞ്ഞുകൊണ്ട് ആ ഉമ്മ എന്നും കൊടുക്കുന്ന പോലെ ആ കുഞ്ഞു മക്കളുടെ കൈകളിൽ പൈസ കൊടുക്കുന്നു.
പഠിച്ചോനെ അതൊന്നും വാണ്ടങ്ങളൊന്നും കൊടുക്കില്ലേ. മക്കൾ മുട്ടായി വാങ്ങിക്കോളിട്ടോ. മാമന് ഉടുപ്പ് കൊണ്ടുവന്ന് തരൂ കേട്ടോ. പെരുന്നാൾക്ക് കുഞ്ഞുമോൻക്കും മോൾക്കും ഉടുപ്പും ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തരൂ കേട്ടോ. അതൊന്നും വേണ്ടട്ടാ. അല്ലേ, നമ്മളെ പൂതിയല്ലേ, നമ്മളെ കുട്ടികളല്ലേ. പിന്നെന്ന് വെച്ചാൽ മറ്റോലും അങ്ങോട്ട് കിടക്കൂല. എൻ്റെ മോൻ്റെ മക്കളൊന്നും ഓളങ്ങോട്ട് വരുന്നില്ല. ഓൾക്ക് അങ്ങോട്ട് വരുന്ന വലിയ പോരായിയാണ്, വരൂല. മോളുണ്ടല്ലോ ഞങ്ങൾക്ക് അവിടെ, എൻ്റെ മൂത്തോനക്കുണ്ട്, പക്ഷെ കിടക്കൂല. ഓൾക്ക് ഭയങ്കര മോശത്തരാണല്ലോ. ഞങ്ങൾ വല്യമ്മയും വല്യപ്പയും സുഖമില്ലാത്തവർ ഈ ഒരു വീട്ടിലൊക്കെ നിൽക്കണത്. അങ്ങനെയൊക്കെ എന്താപ്പോൾ ചെയ്യുക. ഞങ്ങൾക്ക് പേരക്കുട്ടികളായിട്ട് ഇവരേ ഉള്ളൂ, മറ്റോല് വരൂല. ഈ മക്കൾ ഇപ്പോൾ ഈ സ്നേഹത്തിൽ കൈയുണ്ട്, ഇനിയിപ്പോൾ വലുതായാൽ എങ്ങനെയൊക്കെ ആവും. അതൊന്നുമില്ല. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നോയിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മക്കളെ ഞാൻ പറഞ്ഞേക്കും. ആ ഒരു ബന്ധം, സ്നേഹബന്ധം ഇനിയിപ്പോൾ ഫസീല എന്നുള്ള ഓളെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സ്നേഹബന്ധം ഉണ്ടാവും. ഇനി എന്തിനാ നിങ്ങൾ ഫസീലാനെ വെച്ചുകൊണ്ടിരിക്കണേ? ഒരിക്കലും ഓള് ഇവിടെ നിന്നാൽ ഓളെ സ്വഭാവം ഞങ്ങൾ തന്നെ ഇക്കാരം. ഓള് ഒരുത്തൻ്റെ ഒപ്പം പൊയ്ക്കാണ്, ഓൻ്റെ ഒപ്പം പോക്കും വരവും അങ്ങനെയൊക്കെ. ഇവനും കൂടെ ഒരു ദിവസം കണ്ടു. ഇവൻ കണ്ടിട്ട് ഓനെ കണ്ടപ്പോൾ മുഖമാണ് തിരിച്ചല്ലോ. ഓന് വല്ലാത്തൊരു ഇടങ്ങാറ്. ഇത്ത എന്ന് വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാളുണ്ട് എന്നോട് വന്ന് പറഞ്ഞു, ഉമ്മ ഇത്താത്താനെ കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കണ്ടുമ്മ. എന്താടാ മോനെ? ഇത്താത്തണ്ട് ബൈക്കുമ്മൽ ആരുടെ കൂടെ പോകുന്നു. അതാരമ്മ? ഒന്നുമില്ലെങ്കിൽ ഓനും ബുദ്ധിച്ച് വരുന്ന കുട്ടിയല്ലേ. ഈ കുട്ടികളെയും മക്കളെയും ഭർത്താവിനും വിട്ടിട്ട് ഓളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സാരല്ല, എന്താപ്പം ചെയ്യുക. പിന്നെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളെ നവാസിൻ്റെ കല്യാണം വേണം നോക്കിക്കൂടി. പിന്നെ ഒരുപാട് ചൊറുക്കും ഗ്ലാമറും ഇതൊന്നും നോക്കണ്ട. ഇനി ഇപ്പോൾ പെൺകുട്ടി കുറച്ച് കറുത്ത കുട്ടിയാലും മണ്ടിയില്ല, മനസ്സ് വെളുത്ത കുട്ടികളെടുക്കണം നമ്മൾ. അല്ലാതെ തൊലി വെളുപ്പും സൗന്ദര്യം നോക്കി നമ്മൾ കുട്ടികളെടുക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വിതുമ്പി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഠിച്ചോൻ എത്ര സന്തോഷമായിരുന്നു. ഫസീല ഇവിടെ നല്ല മട്ടത്തിന് നിൽക്കുകയാണെങ്കിൽ, പക്ഷെ നിന്നില്ലല്ലോ ആ പെണ്ണ്. അല്ലാ, ഓരോ വിധി, ഓരോ ഉമ്മാർക്കും ഉപ്പാർക്കും ഓരോ ഭാഗ്യം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഇല്ലാന്ന് കൂട്ടിയാൽ മതി. ഞങ്ങളെ മോള് സാരല്ല. ശരിക്കും ഉമ്മ ഇറങ്ങുമ്പോൾ ഐഷുമ്മയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. കൂടെ നവാസും അത് നോക്കി നിന്നു. നവാസിൻ്റെ മനസ്സിലും വല്ലാത്തൊരു വേദന തന്നെയാണ്. മക്കൾ കൂടെ പോകാൻ വേണ്ടി കരയുന്നുണ്ട്. ഉമ്മമ്മ പറഞ്ഞു, പൊന്നു മക്കളെ, നമുക്ക് നാളൊരു സ്ഥലത്തേക്ക് പോകണ്ടേ? അതേ, ആരുമില്ലല്ലോ അവിടെ. ഇക്കാക്ക ജോലിക്ക് പോവും, ഉമ്മമ്മക്കും വയ്യ, ഉപ്പപ്പാക്കും വയ്യ, പിന്നെ ആരോ മക്കളെ നോക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണം കേട്ടോ. ഞങ്ങളെ കുട്ടികളെ കൊണ്ടുവന്നാക്കി തരാം. കൊണ്ടുവന്നാക്കിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചാക്കും പോലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടത്. കഴിഞ്ഞപ്പോൾ നവാസ് അല്ലെങ്കിൽ ഷമ്മാസെങ്കിലും കുട്ടികളവിടെ എത്തിക്കും. നിങ്ങൾ വിഷമിക്കല്ലേ. നിങ്ങൾ കുറച്ച് നേരം കളിപ്പിക്കാനും ഇതിനൊക്കെ മക്കളെ വിട്ടു തരും കേട്ടോ. നിങ്ങൾ വിഷമിക്കല്ലേ. ഉമ്മ നല്ല രീതിയിലാണ് അവരെ യാത്ര അയച്ചത്. പോകുന്ന വഴിക്ക് അതാ ഫസീലയുടെ ഉമ്മയുപ്പയും പറഞ്ഞു, നമ്മളെ ഫസീലക്ക് തോന്നിയൊരു ബുദ്ധിമോശം. ആ പെണ്ണിനോട് നല്ല മട്ടത്തിൽ നിന്നുകൂടെ. എന്തൊരു സ്നേഹമുള്ള ഉമ്മയാണത്, എന്ത് സ്നേഹമുള്ള ആൾക്കാരാണ്. ആ ഷമ്മാസൊക്കെ എന്തൊരു നല്ല ആളാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളെ കുട്ടിക്ക് അതിനുള്ള വിധിയില്ല. പിന്നെ നവാസിനെ കൊണ്ട് ഷമ്മാസിനെ കൊണ്ട് കെട്ടിക്കാനേ ഓളെ വലിയ ആങ്ങളുടെ മോളെ കുറേ പോലും നോക്കിക്കണ്. പക്ഷേ ഷമ്മാസ് അതിനൊന്നും നിന്നിട്ടില്ല. നിൽക്കാതെ നന്നായി. നിൽക്കണമെങ്കിലോ ആകെ ഇടങ്ങാറായിരുന്നു അവന്. ഓളെ സ്വഭാവം അതിലേറെ മോശം. ഒരു മരുമകൾ ഉണ്ടല്ലോ, ഉണ്ടായിട്ടിപ്പോൾ എന്താ, നമ്മളോട് യാതൊരു രീതിയിലുള്ള ഇടപാടും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോമ്പായിട്ട് പോലും ഒന്ന് വന്ന് നോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും തരി, ഒന്നും ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ, ഒന്നും വേണ്ടേനും. ഓലോലെ മട്ടം പോലൊക്കെ ജീവിക്കട്ടെ. എന്തായാലും ഫസീലൊക്കെ അവിടെ തന്നെ നടക്കുള്ളൂ. ഓൾക്ക് തൊള്ളത്തല്ല് തല്ലാനും പിന്നെ ആങ്ങള പിന്നെ ഓളെ ഇഷ്ടത്തിന് കുറേ നിന്ന് കൊടുക്കും. നാത്തൂനത് കണ്ടുകൂടേനും. എന്തൊക്കെ തന്നെയും എവിടെയെങ്കിലൊക്കെ ആയിട്ട് ജീവിച്ച് പോട്ടെ. ഇപ്പോൾ അവിടെ ഇല്ലയെന്നും പറയുന്നുണ്ട്. അങ്ങനെ അതാ സൗദയും റജിനത്തേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ, ഞങ്ങൾ പോയിട്ട് വരട്ടോ. നവാസ് അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല. ഷമ്മാസ് നവാസിനെ വിളിച്ചു. ഇക്ക ഇവിടെ വരി. എന്തടാ? അതെ, ഇവരിതാ പോകുന്നു. ആര്? അല്ലേ, സൗദയൊക്കെ പോകുന്നു വരാം. പോയിക്കോട്ടെ. അതിനെന്താ? എന്താ ഇന്നലെ നിക്കാഹ് കഴിക്കാൻ പ്ലാനിങ് വല്ലതും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്, ഇനിയിപ്പോൾ ദിവസമല്ലല്ലോ, 10-18 ദിവസമല്ലേ.
ഇക്കയോട് പറഞ്ഞോ? ഏയ് ഇപ്പോഴൊന്നും പറയാനായിട്ടില്ല ചെക്ക, നിക്കാഹൊക്കെ കഴിയട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ റജിനത്തെയും സൗദയും അനിയത്തിമാരൊക്കെ പോവുകയാണ്. പോട്ടെട്ടോ ഷാമോനെ, നവാസെ പോട്ടെട്ടോ. സൗദ എനിക്കെന്തേ പറയാണ്ടോ? അവൾ നാണിച്ച് തല താഴ്ത്തി. ശരിക്കും നവാസിനും നാണം വന്നു. അത് കണ്ട് ഷമ്മാസ് ചിരിച്ചു. മാഷാ അല്ലാ, ഇവരെന്നെയാണ് ബെസ്റ്റ് ജോഡികൾ. പഠിച്ച റബ്ബ് എത്രയും പെട്ടെന്ന് ഇവരെ ഒന്നിപ്പിക്കട്ടെ. ഉമ്മ ഒരിക്കൽ കൂടി അവരെ യാത്ര അയക്കുവാൻ വേണ്ടി വരുന്നു. അപ്പോഴേക്കും മക്കൾ ഓടി വന്നു. അപ്പോൾ ഉമ്മച്ചി പോവുകയാണോ? ഉമ്മമ്മ, ഞങ്ങൾ ഉമ്മച്ചി പോവുകയാണോ? അത് കണ്ട് ചുറ്റും കൂടിയവരെല്ലാം ഒരു നിമിഷം നോക്കി നിന്നു. ഉമ്മച്ചി നിങ്ങൾ പോവണ്ട, ഉപ്പച്ചി പോവണ്ട എന്ന് പറയും. ഉമ്മച്ചി ഇവിടെ നിർത്താലോ? നിർത്താമെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അത് കേട്ട് ഉമ്മമ്മ പറഞ്ഞു, പൊന്നു മോളെ, അത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മച്ചി വരും കേട്ടോ, ഇൻഷാ അല്ലാ. നുസേബിയും ഷമ്മാസും മുഖത്തോട് മുഖം നോക്കി. മാഷാ അല്ലാ. പൊന്നുമോൾ അതാ സൗദയെ കൈ കൊടുത്ത് സലാം പറയുന്നു. എന്നാൽ എന്നാ വരിക? ഇനി ഒരുപാട് ദിവസം വൈകരുത് കേട്ടോ, കുറച്ച് ദിവസം കൊണ്ട് വരണം കേട്ടോ മോളെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അങ്ങനെ അതാ അവർ യാത്ര അയക്കുന്നു. എന്നാൽ ഈ സമയം മുംതാസും ഫാമിലിയും പോകുവാൻ വേണ്ടി അതിന് ഫൈസൽ വേണം, എങ്കിലും നടക്കുള്ളൂ. ഫൈസൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുണ്ട്. മുംതാസും തന്നെ ഓരോ കഥകളും കാര്യങ്ങളും അവൾ പഠിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളെല്ലാം നുസൈബയോട് പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവൾ ഫോൺ എടുക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്തില്ല. അവൾക്കറിയാമായിരുന്നു ഫോൺ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ശല്യമായി തീരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ നൈസായിട്ട് ഫോൺ ഒഴിവാക്കിയിരുന്നു. കൊണ്ടുവന്നാൽ ഒരു സുഖവും സമാധാനവും ഉണ്ടാവില്ല എന്നത് അവൾക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്ന് ഫൈസൽ അങ്ങോട്ട് കയറി വന്നു. ഉമ്മയും മുംതാസും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുംതാസ് പെട്ടെന്ന് എഴുന്നേറ്റു. പോകാനായോ? മുംതാസിനോട് ഫൈസൽ ചോദിച്ചു. ഉമ്മ. അവൾ ഉമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോന് ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഉപ്പ ഇവിടെയുള്ള പള്ളിയിലേക്ക് പോയിക്കോളാം തറാവീനെന്ന് പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ തന്നെയാലും ഫൈസലെ ഇവിടെ വന്നതല്ലേ, സ്വന്തം വീടല്ലേ, നമുക്ക് നമ്മൾ ഇഷ്ടംപോലെ ഡ്രൈവറാക്കി പോകുന്നതല്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാവൂലേ, അവൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തറാവയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം, അതായിരിക്കും നല്ലത്. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് സന്തോഷമായി. ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞു, ഇനി ഇന്നാണ്ട് ഇവിടുന്ന് അത്തായിച്ചോറ് കഴിച്ചിട്ടാണ് പോക സുബൈക്ക്, അതല്ലേ നല്ലത്. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തത്ര ബേജാറ്? അല്ല അതല്ല, ഞങ്ങൾക്ക് അവിടെ പോയിട്ടാണ് കിടന്നോളാം. അത് എന്തൊക്കെ തന്നെയാലും ഒരു 10 മണിയായിട്ട് പോയാലും വേണ്ടില്ല, അത് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഫൈസലിൻ്റെ വീട്ടിലേക്കല്ലേ നമ്മൾ വന്നത്, അതുകൊണ്ട് ഓനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. ഇൻഷാ അല്ലാ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിയണമുണ്ടല്ലോ. ഉമ്മ അങ്ങനെയാണ് പറഞ്ഞത്. മോനെ ഫൈസലേ, അങ്ങനെ പോരെ? എങ്ങനെയാലും വേണ്ടില്ല, ഓർക്കൊരു ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം, ഫൈസൽ പറഞ്ഞു. മോനെ, നിൻ്റെ സൗകര്യത്തിന് അവർ നിൽക്കുകയാണ്. മോൻ എന്തൊരു കാര്യമായിട്ടൊരു ഉത്തരം പറയാത്ത? ആയിക്കോട്ടെ, എങ്ങനെയാലും വേണ്ടില്ല. മോനെ എന്താടാ? ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണൊക്കെ ദൂരെ പഠിക്കാൻ പോണ പെണ്ണല്ലേ, ആ പെണ്ണടക്കം വന്നിട്ടുണ്ട് നമ്മളെ ഇഫ്താർ മീറ്റിന്. അതിനെന്താ? അതിപ്പോൾ ഇത്ര മോശപ്പെട്ടവർ മോശമായിട്ടല്ല മോനെ, ആ കുട്ടിക്ക് ഇവിടത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താടാ, ഈ ആയിട്ടെന്നല്ലേ ഒക്കെ തട്ടിത്തെറിപ്പിച്ചത്? നല്ല മട്ടത്തിന് വന്നിരുന്നല്ലോ. പെട്ടെന്ന് ഫൈസൽ അങ്ങോട്ട് വന്നു. മുംതാസ്, പോകാൻ തിരക്കായോ? തിരക്കൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. ഉപ്പ നിസ്കരിച്ചിട്ടൊക്കെ വരട്ടെ, എന്നിട്ട്. എന്നാൽ പിന്നെ അതാ നല്ലത് അല്ലേ. എന്താ മുംതാസിന് എൻ്റെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? അവൾ ഒന്നും പറഞ്ഞില്ല. ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്താടാ അങ്ങനെയൊക്കെ ചോദിക്കണത്? ഓളെ വീട് പോലെ തന്നെ അല്ലത്, എന്തത്ര ചോദിക്കാൻ? അല്ല, ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് താമസിച്ചിട്ട് നാളെ പോയാൽ മതിയോ ചോദിക്കായിരുന്നു. മുംതാസ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ലായിരുന്നു. ഒരു ദിവസമെങ്കിലും ഫൈസിക്കയുടെ വീട്ടിൽ ഒന്ന് താമസിക്കണം, അത് അവളുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇനി ഉമ്മയും ഉപ്പയൊക്കെ സമ്മതിക്കോ എന്തോ ആവോ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ മുംതാസിന് തീരെ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് അവിടെ ഉമ്മയോടും നുസൈബയോടും കുഞ്ഞു മക്കളോടൊക്കെ സംസാരിച്ചും കൊണ്ടൊക്കെ ഇരിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. എന്തെന്നറിയില്ല, അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകളുള്ള പോലെ. മറ്റത് എപ്പോഴും ഒരു ഒറ്റപ്പെടലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കുറച്ച് സമയം പഠിച്ചോനെ നല്ല സന്തോഷത്തോടെ ഇവിടെ ഇരുന്നു. മാഷാ അല്ലാ.
മുംതാസിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാനേ തോന്നുന്നില്ലായിരുന്നു. ഫൈസലും ഉപ്പയൊക്കെ ഷമ്മാസൊക്കെ തറാവി കഴിഞ്ഞ് വന്നു. തമാശയിൽ ഷമ്മാസ് പറഞ്ഞു, ഇന്നിപ്പോൾ ആരും പോകണ്ട, ഇന്ന് ഞാൻ ആർക്കും പോകാൻ ഇവിടെ അലൗഡല്ല, എല്ലാവരും ഇവിടെ താമസിക്കുക. എന്തേ? അത് കേട്ട് മുംതാസ് ചിരിച്ചു. നുസൈബയും പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ, ഇന്നിവിടെ നിൽക്കാമല്ലോ കേട്ടോ, നാളെ പോവാം. ഫൈസൽ അപ്പോഴേക്കും മാറ്റിയൊരുങ്ങി. ഇതെന്താ ഇപ്പോഴും റെഡിയായില്ലേ? എന്താണ് റെഡിയാവാൻ? അവൾ ഇട്ട ഡ്രസ്സുമ്മ തന്നെയല്ലേ? ആ, എന്നാൽ ഇറങ്ങല്ലേ ഉമ്മ, എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ. ഉമ്മയുടെ കൈപിടിച്ച് അതാ മുംതാസ് സലാം പറയുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു. ഉമ്മ, മോളെ പോയിട്ട് വരി, ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും കാണാനുള്ള വിധി പഠിച്ച് റബ്ബ് തരട്ടെ കേട്ടോ. എന്നാലും മോളെ ഒരുപാട് സന്തോഷമുണ്ട്, ഈ ഞാൻ വിളിച്ചപ്പോത്തിന് ഇവിടെ എത്തിയതിലും ഒക്കെ നല്ല സന്തോഷമുണ്ട്, മാഷാ അല്ലാ. എന്നാൽ ഇതിനിടയ്ക്ക് ഷമ്മാസ് അതാ അവരുടെ വല്യമ്മയെയും ഫാമിലിയെയും നുസൈബയുടെ ഫാമിലിയൊക്കെ കൊണ്ടാക്കി കൊടുത്തിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടിയുള്ള ദിവസമായിരുന്നു ഇന്ന് ഷമ്മാസിൻ്റെ വീട്ടിൽ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മുംതാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാറിൽ നിന്ന് അവളൊന്നും മിണ്ടിയില്ല. അവളാകെ ടെൻഷനിലായിരുന്നു. റബ്ബേ, ഇനി ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അറിയില്ല. അവൾ കണ്ണുനീർ തുടച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.